50+ കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഭയങ്കര വിഷമമാവും അല്ലേ. കാലം ചെല്ലും തോറും നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പാടുകൾ, ഈ സ്കിൻ സാഗ് ചെയ്യുക, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കാനുള്ളത് കഴിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരു ഗ്ലൂട്ടാത്തോണിൻ്റെ എഫക്റ്റ് കിട്ടുന്ന, അത്രത്തോളം എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും കൂടി മറക്കരുത് പ്ലീസ്. ഞാനിന്ന് പറയുന്ന ഫേസ് പാക്ക് ഒരു ഗ്ലൂട്ടാത്തോണ്ട് തന്നെ നമുക്ക് ചെയ്ത എഫക്റ്റ് കിട്ടുന്ന ഒരു 3 days അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ പറയുന്ന ഫേസ് പാക്കുകൾക്ക് നമുക്ക് കുറേയേറെ ഇൻഗ്രീഡിയൻസ് വേണം. മനസ്സിലായോ? നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ടൊമാറ്റോ ആണ്. ടൊമാറ്റോയ്ക്ക് നമുക്ക് ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റനിങ് കിട്ടാനും നമ്മുടെ സ്കിന്നെ ഈ അൺഈവൻ സ്കിൻ മാറ്റി സ്കിന്നിനെ ഒന്ന് ഈവൻ സ്കിന്നാക്കാനും നമ്മുടെ ടൊമാറ്റോയ്ക്ക് കഴിയും. ടൊമാറ്റോയ്ക്കകത്ത് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം, ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനാകാനും ലൈറ്റനാക്കാനും ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ബ്ലെമിഷ് മാറാനും, ബ്ലെമിഷിന് നമ്മുടെ കറുത്ത കുത്തുകൾ മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ടൊമാറ്റോ. നമുക്ക് രണ്ടാമത് വേണ്ടിയത് ഹണിയാണ്. ഹണിക്കകത്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും ഏറ്റവും ബെസ്റ്റാണ്. ഹണിയുടെ ഉപയോഗം നമുക്കറിയാമല്ലോ. സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് ഹണിയാണ് വേണ്ടിയത്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടിയത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയുടെ ഉപയോഗം നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നതും നല്ലൊരു ഗ്രീൻ ടീയുടെ ഇത് മൂന്നാമതായിട്ട് അതിന് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ, അതാണ് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നല്ലൊരു റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ്, അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? ഒരുപാട് നമ്മളത് ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അതിൽ 1-2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കാരണം. പിന്നെ നമുക്ക് വേണ്ടിയത് റൈസ് ഫ്ലവറാണ്, അരിപ്പൊടിയാണ് വേണ്ടിയത്. അരിപ്പൊടി ഇതുപോലെ തന്നെ നമ്മുടെ കൊറിയക്കാരൊക്കെ എന്തുകൊണ്ട് അരിയുടെ വെള്ളം, അരിയുടെ പൗഡറൊക്കെയാണ് ധാരാളമായിട്ട് അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം, സെൻസിറ്റീവായ സ്കിന്നുകാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് നമ്മുടെ റൈസ് ഫ്ലവർ. നമുക്കിനി വേണ്ടത് യോഗാട്ടാണ്. മനസ്സിലായി? യോഗാട്ടിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. ലാക്റ്റിക് ആസിഡും ഫാറ്റി ആസിഡും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസർ ചെയ്ത് വെക്കാനും ഏറ്റവും ബെസ്റ്റാണ് യോഗാട്ട്, അതായത് തൈര്. പിന്നെ തൈരിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലീച്ചിങ് പവർ ഉണ്ട് അതിന്. മനസ്സിലായോ? അതാണ് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയത്? ടൊമാറ്റോ വേണം. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് നമുക്കെല്ലാത്തിൻ്റെയും പേസ്റ്റാക്കണം. ടൊമാറ്റോ ജ്യൂസ് ആണെങ്കിലും കൊള്ളാം, പേസ്റ്റ് ആണെങ്കിലും കൊള്ളാം. അപ്പോൾ ടൊമാറ്റോ വേണം, ഹണി വേണം, ഗ്രീൻ ടീ വേണം, റൈസ് ഫ്ലവർ വേണം, യോഗാട്ട് വേണം. മനസ്സിലായോ? ഇതെല്ലാം കൂടി ഇത്രയും ഗുണങ്ങളുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു കൊളാജൻ്റെ എഫക്റ്റ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞത്.
നമുക്കൊരു ഗ്ലൂട്ടാത്തോണിൻ്റെ എഫക്റ്റ് അത്രയും എഫക്റ്റ് കിട്ടുന്നെന്ന് ഞാൻ പറഞ്ഞത്. ഒരു 3 ഡേയ്സ് നമ്മളിത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പം തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് ആവശ്യത്തിനുള്ളത് 2 ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസിൻ്റെ അകത്ത് അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ അകത്തോട്ട് നമുക്ക് ഹണി ഒഴിക്കാം. ഹണി ഒരു ടീസ്പൂൺ ഒഴിക്കുക. 1 ടീസ്പൂൺ ഗ്രീൻ ടീ ചേർക്കുക. അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ റൈസ് ഫ്ലവറും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് നല്ല തിക്കായ യോഗാർട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് 4 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തിട്ട് 5 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പായ്ക്കായിട്ട് ഫേസിൽ ഇടാൻ പറ്റുന്നതാണ്. ശരിക്കും ഇത് വീക്കിലി 3 ഡേയ്സ് അടുപ്പിച്ചിടുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ശരിക്കും ഒരു ഗ്ലൂട്ടാത്തോൺ ഫേസ് പാക്കിന് ഗ്ലൂട്ടാത്തോൺ ഇഞ്ചക്ഷൻ എടുത്തതോ ടാബ്ലറ്റ് കഴിച്ചതോ ആയ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് പ്രസൻ്റായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.